ഹലോ നമസ്കാരം. അപ്പം ബജാജാണ് സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ബദരിയുടെ അധ്യക്ഷനം കുറിക്കുന്ന വീഡിയോയും അവിടുത്തെ കാര്യങ്ങളും ആ പൂജയും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ വനദുർഗ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അതായത് നമ്മുടെ മൂകാംബികയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഇവിടെ സാധാരണ ദർശനം നടത്താറുള്ളത്. കാരണം മുമ്പ് വന്നപ്പോഴും ഈ വീഡിയോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നടക്കുന്ന പൂജയും നമ്മളവിടുന്ന് പുറത്തുനിന്ന് പൂജാ സാധനങ്ങൾ മേടിച്ച് അപ്പോൾ ഈ നിൽക്കുന്ന അവരെ പോലുള്ളവരൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവിടെ നമുക്ക് വേണ്ടി ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നേർച്ച കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടുത്തെ ആ ഒരു ഐതിഹ്യം, അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എന്തായാലും ഓക്കെ. ദേവതയാണ് അമ്മയ്ക്ക് അമ്പലമൊന്നും ആക്കാൻ പാടില്ല, ഇങ്ങനെ കാടിനുള്ളിലേർക്കും. മെയിൻ വനദുർഗ വനദേവത്തെ എല്ലാ 77 ദൈവമാറുകളുണ്ടാവും ഇവിടെ. വിശേഷം എന്നാൽ ഇവിടെ കുട്ടികളായിട്ടില്ല വന്നിട്ട് പ്രാർത്ഥിട്ട് പോകുന്നു. കുട്ടിയായിട്ട് ശേഷം കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു തൊട്ടിൽ സേവ കൊടുക്കാൻ. വേറെ എന്ത് കഷ്ടമുണ്ട് അവിടെ ഒരു പ്രാർത്ഥിട്ട് പോകണം. ആയിട്ടാൽ ഇവിടെ മണി കെട്ടാനുണ്ട്, തുണിയാക്കാനുണ്ട്, ഓരോരോ ഇഷ്ടം പോലെ വലിയ പൂജ, ആട് കോഴി എല്ലാം ബലിയാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രധാനമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടുന്ന ഒരു പ്രധാന ചടങ്ങ് കൊണ്ടുവരും. പിന്നെ അത് പോരാഞ്ഞിട്ട് പഴയകാല ജീവിത തരത്തിലുള്ള ആ ഒരു പൂജയും കർമ്മവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നത്. കൂടാതെ ഇവിടുത്തെ ആ ഒരു രീതിയും പുതുമാരത്തിൽ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ക്ഷേത്രമായിട്ടൊന്നും തന്നെ ഇല്ല. സാധാരണ വനത്തിലൊരു ക്ഷേത്രത്തിൽ എന്താക്കെ ചെയ്യുക അതേപോലെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. और तू तब जनता विचार है तो ये तब जनता विचार है बहुत ಯಾವುದೇ ಹೆಸರು ಮಾಡಿ ಗೊತ್ತಾಗಿ ಸರ್ವಶಕ್ತಾಧಿಕಾರಿ ಆಗಿ അപ്പോൾ മെയിനായിട്ടുള്ള ആരാധന രീതിയുള്ള ആ ഒരു ദൈവമായിട്ട് ഇവർക്ക് ചെയ്യുന്നത് വനദുർഗ വനദേവത എന്ന് പറയുന്ന ആ ഒരു രീതിയാണ്. 77 ദൈവങ്ങളെ വെച്ചാരാധിക്കുന്ന ഒരു കാവ് കൂടിയാണ്. കാവ് നമ്മുടെ കേരളത്തിന്റെ രീതിയിൽ കാവെന്ന് പറയും. അപ്പോൾ അത് അവിടെ വനത്താൽ ചുറ്റി കിടക്കുന്ന പ്രദേശം ആയതിനാൽ ആ ഒരു ആംബിയൻസും വേറെ തന്നെയാണ്. പിന്നെ ആ ഒരു പഴയ രീതിയിലുള്ള പ്രാചീന കാലത്തിലെ ആ ഒരു വെച്ചാരാധന രീതിയും വിഗ്രഹം അതിൻ്റെ ഒരു ഷേപ്പും ഒക്കെ ഉള്ളത് ആ പഴമത്തം വളരെ മനോഹരമാണ് കാണാൻ. പിന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യങ്ങളായിട്ടുള്ള ഒരു പ്രദേശങ്ങൾ കൂടിയാണ് ഇവിടെ. കാരണം വാനരന്മാരും കാണുവാൻ നമുക്കവിടെ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറേ വെച്ച് ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ആ ഒരു വിഗ്രഹത്തിൻ്റെ രൂപവും രീതികളും. പിന്നെ പൂജാരിയായിട്ട് നിൽക്കുന്ന അവിടുത്തെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ അല്ലാതെ മെയിനായിട്ട് വലിയ പൂജകളായിട്ട് മണി കെട്ടുന്നതും അങ്ങനെ വസ്ത്രങ്ങൾ കൊടുക്കുന്നതും അത് കൂടാതെ ആട് കോഴീനൊക്കെ ബലി കൊടുക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളും ഇപ്പോഴും അവിടെ നിലവിൽ ചെയ്തു വരുന്നുണ്ടെന്നാണ് ആ പൂജാരിയായിട്ട് നിന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിശാന്തസുന്ദരമായ ഒരു സ്ഥലം, കുറച്ചു നേരം ഇരിക്കാനൊക്കെ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ ഒരുപാട് നേരം നിന്ന് നമ്മുടെ ടാക്സിക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ്. നല്ലൊരു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയം ആ പ്രാർത്ഥനയും കാര്യങ്ങളും അതിൻ്റെ നാല് ചുറ്റുമുള്ള ഓരോ ആരാധന മൂർത്തികളെയും പോയി വണങ്ങി തിരികെ വണ്ടിയിലേക്ക് കയറി നേരെ ഉടുപ്പിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു, ഒരു 5 മിനിറ്റോളം ഇരുന്നു. അപ്പം കാറുകാരൻ നല്ല ഒരു മനുഷ്യനായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഗോപുരം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി പോകുമ്പോൾ അവിടെ കയറാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.